السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഇന്ന് ആരും ഇല്ലേ ക്ലാസ്സിൽ? ഉണ്ടല്ലോ. ബാക്കിയുള്ളവർക്ക് ഒരാളല്ലേ ഉള്ളൂ? ബാക്കി ആരുമില്ലേ? നമുക്ക് നോക്കിയില്ല. ഇല്ല ആരും ഇല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. അയ്യോ, എന്നാ പിന്നെ മാറ്റി വെക്കണോ? ഒരാൾക്ക് വേണ്ടി എടുക്കണ്ട. അല്ല, മാറ്റിയൊക്കെ പറ്റില്ല, നമുക്ക് അല്ല അല്ലേ? വേറേക്കും. ഓ വെരി ഗുഡ്. എനിക്കാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല, നമുക്ക് എക്സാം ആയിരുന്നു മറ്റേ ഖുറാന്റെ. കഴിഞ്ഞ ക്ലാസ്സത് ഓ ഏത് ഏത് സെം 7 8 ഏതിനു? 5th 5ആയിട്ടുള്ളൂ. സിൽവർ അല്ല ഗോൾഡൻ. 5ാമത്തെ സെമസ്റ്റർ ആയിരുന്നു. എക്സാം അവര് 30-31 ആദ്യം പറഞ്ഞിരുന്നിട്ട് പിന്നെ 31 ആക്കി. അപ്പൊ 1-ാം തീയതി എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിരക്ക് പിടിച്ച് യാത്രയിലൊക്കെയാണ് എഴുതിയത് ഖുറാൻ പരീക്ഷ. അപ്പൊ അതെനിക്ക് കുറച്ച് ടഫായിരുന്നു. ഓ മറ്റേത് അറബിക്ക് കുഴപ്പമില്ലായിരുന്നു. ഖുറാൻ എനിക്ക് കുറച്ച് ടഫായിരുന്നു. പിന്നെ ബ്ലണ്ടറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഷഫ്ലിയെ നോക്കണം എന്നാണല്ലേ? എനിക്കിവിടെ ആദ്യത്തെ പേപ്പർ എത്തിക്കാൻ നോക്കിയിട്ടില്ല. ഞാൻ ബ്ലണ്ടറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാറിന്റെ ഒക്കെ ആ സമയത്തെ ലാസ്റ്റ് 7:30 തുടങ്ങും, 7:35 എനിക്ക് ഓടി ഞാൻ ഹോട്ടലിന്റെ ലോബിയിൽ ഇരുന്നിട്ട് എഴുതിയത്. അങ്ങനെയൊക്കെ സാരില്ല, എന്നാലും കുഴപ്പമില്ല 80 ഒക്കെ കിട്ടുമായിരിക്കും, അങ്ങനെ വിചാരിക്കണം. എനിക്കറിയില്ല. അപ്പോൾ 98 അല്ലെങ്കിൽ നല്ലത് കിട്ടാറുണ്ടായിരുന്നു. തവണ അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ച് നമുക്ക് ബുക്ക് ഉണ്ടായിരുന്നില്ല, പ്രോപ്പറായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നില്ല. അതൊരു പ്രശ്നമായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടില്ല. അല്ല, പ്രോപ്പർ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ തവണ. സെം 5 ഒരു ബുക്ക് അവര് അന്നാന്ന് ക്ലാസ് എടുക്കുന്നത്. അന്നാന്ന് ക്ലാസ് എടുക്കുന്നത് അതെ. മറ്റേത് സെം 4 വരെ നമുക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഓർഗനൈസ്. ഇത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അറബിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അറബിക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് അപ്പൊ നമ്മള് 11ാമത്തെ ചാപ്റ്റർ വരെ. ഓക്കെ, ഒരാളും കൂടെ എത്തിയിട്ടുണ്ടെന്നാണ് അല്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഓല്ലോ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. ഇനി നമ്മൾ 11ാമത്തെ ചാപ്റ്റർ വരെ എടുത്തത്. 11ാമത്തെ ചാപ്റ്ററിൽ 10th. ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. ഇവിടെ റേഞ്ചിന്റെ എന്തോ പ്രശ്നമുണ്ട്. 11ാമത്തെ ചാപ്റ്ററിൽ 10th ചാപ്റ്റർ വരെയുള്ള റിവിഷൻ ആണ് കഴിഞ്ഞത്. അത് എല്ലാവർക്കും ഓക്കെ? അപ്പൊ ഇനി 12ാമത്തെ ചാപ്റ്റർ മുതൽ ഇനി അടുത്തത് 11ാമത്തെ ചാപ്റ്റർ ഫസ്റ്റ് മുതൽ 10th ചാപ്റ്റർ വരെയുള്ള ഒരു റിവിഷൻ ചാപ്റ്റർ ആണ്. അതിൽ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോ അതിൽ അറ്റൻഡ് ചെയ്യാത്തവര് വീഡിയോ ലിങ്ക് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, അത് കേൾക്കാം. ഇനിയിപ്പോ 12ാമത്തെ ചാപ്റ്റർ ആണ്. 12ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത് അൻതാന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. അൻത എന്നുള്ളത് എന്താണ്? ഒരു പുല്ലിംഗമാണ്, അത് ഏകവചനമാണ്. അൻത എന്നുള്ളത് നീ, അതെന്താണ്? പുല്ലിംഗമാണ്, ഏകവചനമാണ്. അതിന്റെ മുഅന്നസ് അഥവാ സ്ത്രീലിംഗം ഫെമിനിൻ ആണ് എന്ത്? അൻതി. നീ ഒരു പെണ്ണ്. അൻത പറഞ്ഞാല് നീ ഒരു ആണ്, അൻതി പറഞ്ഞാൽ നീ ഒരു പെണ്ണ്. ഏകവചനാണ്, സ്ത്രീലിംഗാണ് അൻതി എന്നുള്ളത്. അപ്പൊ സ്ത്രീകൾക്ക് ഉപയോഗിക്കുമ്പോ, സ്ത്രീകളോട് സംസാരിക്കുമ്പോ എന്താ പറയുക? അൻതി എന്നാണ് ഉപയോഗിക്കുക. ഒരു സ്ത്രീനോട് സംസാരിക്കുമ്പോൾ, അതായത് നമ്മളെ മുന്നിലുള്ളവരോട് ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അൻതി. ആണാണെങ്കിൽ അൻത. അത് രണ്ടും എന്താണ്? ഏകവചനാണ്. അൻത എന്നുള്ളത് എന്താണ്? പുല്ലിംഗമാണ്. അൻതി എന്നുള്ളത് സ്ത്രീലിംഗമാണ്.
അപ്പൊ ഈ അന്തി എന്നുള്ളത് ഒരു പൊസസീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോ എങ്ങനെ എഴുതാം? അന്തി എന്നുള്ളത് ഒരു പൊസസീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോ എങ്ങനെ എഴുതാം? അതായത് ഒരു നാമത്തിന്റെ കൂടെ ചേർന്ന് വരുമ്പോ കി ആ കി. കി കി അൻതാന്നാണെങ്കിൽ അൻതാന്നാണെങ്കിൽ ക ക ക എന്ന് പറയാം. അപ്പൊ അത് അവിടെ തന്നെ ഉണ്ട്. എന്ത്? മസ്മുക്കി, നിന്റെ പേര് എന്താണ്? ഇത് ഒരു പെണ്ണിനോടാ ചോദിക്കുന്നത്. അയിന അബൂക്കി, നിന്റെ ഉപ്പ എവിടെയാണ്? അപ്പൊ എന്താണ് സ്ത്രീകളോട് ചോദിക്കുമ്പോ ഇത് കീ ആണ് ഉപയോഗിക്കുന്നത്. പൊസസീവ് ഒരു നാമത്തിന്റെ കൂടെ ചേർന്ന് സർവനാമം ചേർന്ന് വരുമ്പോ അത് കീ എന്നാണ്, തന്നെ കീ എന്നായിട്ടാണ് ഉപയോഗിക്കുക. അയിന ബൈത്തുക്കി, ബൈത്തുക്കി കലമുക്കി, നിന്റെ പേന്, നിന്റെ വീട്. അപ്പൊ അതാണ് സ്ത്രീകളെ സൂചിപ്പിക്കാന് അന്തി എന്നാണ്. അതൊരു പൊസസീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോ കീ എന്നാണ് ഉപയോഗിക്കുക. പിന്നെ എന്താ നമ്മള് പഠിച്ചേ? ദഹബ എന്ന് പറഞ്ഞാൽ എന്താ? ദഹബ 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 പോയി പോയി. ആര് പോയി? ആരാ പോയത്? അവൻ ദഹബ. പോയി. അവൻ പോയി, അവൻ പോയി എന്നാണ് പഠിച്ചത്. അപ്പൊ ഞാൻ പോയി എന്നുള്ളതിന് എങ്ങനെ പറയാം? ഞാൻ പോയി. ذهبت. ദഹബ്തു, ഞാൻ പോയി എന്നുള്ളതിന് ദഹത്തു, ഞാൻ പോയി. ദഹബ എന്നുള്ളത് എന്താണ്? ഒരു ഏകവചനാണ്. അവൻ പോയി എന്നുള്ളത് അതെന്താണ്? ഏകവചനാണ്. അതെന്താണ്? ഒരു ആണിന് പുല്ലിംഗമാണ് എന്ത്? ദഹബ എന്നുള്ള ക്രിയ. ദഹബ എന്നുള്ള വെർബ് എന്താണ്? ഒരു മസ്കുലിനാണ്, പുല്ലിംഗമാണ്. ദഹത്തു, ഞാൻ പോയി എന്നുള്ളത് എന്താണ്? അത് പുല്ലിംഗത്തിനും ഉപയോഗിക്കുക, സ്ത്രീലിംഗത്തിനും ഉപയോഗിക്കുക. അതാണ് ദഹത്തു എന്നുള്ളത്. ഞാൻ പോയി. നീ പോയി എന്ന് പറയാം. നീ ഒരു ആണ് പോയി എന്ന് എങ്ങനെ പറയാം? നീ ഒരു ആണ് പോയി. നീ ഒരു ആണ് പോയി എന്ന് എങ്ങനെ പറയാ? ദഹബ്ത. ദഹബ അല്ല, ദഹബ്ത. നീ ഒരു ആണ് പോയി. ദഹബ്ത, നീ ഒരാണ് പോയി. അവൾ പോയി. അവൾ പോയി എന്താ പറയാ? അവൻ പോയി എന്നുള്ളതിന് എന്താ പറയാ? ദഹബ എന്ന് പറഞ്ഞു. അവൾ പോയി എന്നുള്ളതിന് എന്താ പറയാ? ذهبت. ذهبت. ദഹബ്ത അല്ല, ذهبت. ദഹബത്ത്. ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? ദഹബത്ത്. ദഹബ്ത എന്ന് പറഞ്ഞാല് നീ ഒരു ആണ് പോയി. ദഹബത്ത് പറഞ്ഞാല് അവൾ പോയി. അപ്പൊ ദഹബ എന്നുള്ളത് എന്താണ്? ഒരു പുല്ലിംഗമാണ്, പ്രിയ പുല്ലിംഗാണ്. അവൻ പോയി എന്നാണ്. അത് സ്ത്രീലിംഗമാണെങ്കിൽ അർത്ഥം മാറി. നീ ഒരാണ് പോയിന്നാണ്. അത് അവൾ പോയിന്നുള്ളതിന് ദഹബത്ത്. ബായിന് എന്താണ്? ഫത്തഹും തായിന് സുക്കൂനും. അവൾ പോയിന്നുള്ളതിന് ബായിന് ഫത്തഹും തായിന് സുക്കൂനും. നീ ഒരാളെ പോയിന്നുള്ളതിന് ബായിന് സുക്കൂനും തായിന് എന്താണ്? ഫത്തഹുമാണ്. അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. നീ ഒരാളെ പോയിന്നുള്ളതിന് ബായിന് സുക്കൂനും തായിന് ഫത്തഹുമാണ്. അവൾ പോയിന്നുള്ളതിന് ബായിന് ഫത്തഹും തായിന് സുക്കൂനുമാണ്. അതാണ് അത് ഡിഫറൻസ്. അപ്പൊ അവൻ പുറപ്പെട്ടു എന്താ പറയാ? അവൻ പുറപ്പെട്ടു. അവൻ പുറപ്പെട്ടു. ഹറജ. അവൻ എന്താ പറയാ? ഞാൻ പുറപ്പെട്ടു എന്നാ പറയാ? ഞാൻ പുറപ്പെട്ടു. خرجت. ഹറജത്തു അല്ല, ഹറസ്തു. ഹറസ്തു. ജായിന് സുക്കൂന്. ഹറസ്തു. പിന്നെ നീ പുറപ്പെട്ടു എന്ന് പറയാം. നീ ഒരാണ് പുറപ്പെട്ടു. നീ ഒരു ആണ് പുറപ്പെട്ടു. خرجت. ഹറസ്ത. അവൾ പുറപ്പെട്ടു എന്നാ പറയാ? അവൾ പുറപ്പെട്ടു. خرجت. എന്ത്? ഹറജ. ഹറജത്ത്, അവൾ പുറപ്പെട്ടു. ഇതന്നെയാണ് ഇനി എല്ലാ ക്രിയയും ഇതന്നെയാണ് ഉപയോഗിക്കേണ്ടത്. എല്ലാ ക്രിയയും ഇങ്ങനെ ഉപയോഗിക്കേണ്ടതിന് ചിലസ എന്നുള്ളത് എന്ത് ചെയ്യാ? ഇങ്ങനെ ഉപയോഗിക്കുക. ഇനി ഏത് ക്രിയ പഠിക്കുകയാണെങ്കിലും എന്ത് ചെയ്യാ? ഇങ്ങനെ ഉപയോഗിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഈ ചാപ്റ്ററിൽ അടുത്ത പഠിച്ചത് എന്താണ്? റിലേറ്റീവ് പ്രോനൗൺ. റിലേറ്റീവ് പ്രോനൗൺ എന്താണ്? ഒരാളെ സൂചിപ്പിക്കുന്ന അതായത് രണ്ട് സെന്റൻസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്.
അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മുന്നത്തെ റിവിഷന്റെ ക്ലാസ്സിൽ രണ്ട് ഫ്രേസുകൾ അഥവാ രണ്ട് സെന്റൻസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റിലേറ്റീവ് പ്രോനൗൺ ആണ് എന്ത്, അല്ലതി എന്നുള്ളത് പഠിച്ചു. അല്ലതി എന്നുള്ളത് എന്താണ്, മസ്കുലിന് പുല്ലിംഗമാണ്, ഏകവചനാണ്. പുല്ലിംഗമാണ്, ഏകവചനാണ്. അതായത് പുല്ലിംഗത്തെ രണ്ട് സെന്റൻസിനെ ബന്ധിപ്പിക്കാനാണ് എന്ത് ഉപയോഗിക്കുക, അല്ലതി എന്ന് ഉപയോഗിക്കുക. ഇനി ഒരു സ്ത്രീലിംഗത്തിനാണെങ്കിലോ സൂചിപ്പിക്കുന്നത്, റിലേറ്റീവ് പ്രോനൗൺ സ്ത്രീലിംഗത്തിനാണെങ്കിലോ സൂചിപ്പിക്കുന്നത് അല്ലതി എന്നുള്ളത് അല്ലത്തി എന്നാണ് സ്ത്രീലിംഗം. അതായത് ആ സെന്റൻസിനെ ബന്ധിപ്പിക്കുന്നത് എന്താണ്, ഒരു എന്താ പറയാ, സ്ത്രീലിംഗത്തിന്, അതായത് മസ്കുലിനാണ് എന്നാണ് പുല്ലിംഗത്തിന്റെ കൂടെ അല്ലതി എന്നും അല്ലത്തി എന്നത് സ്ത്രീലിംഗത്തിന്റെ കൂടെ. അപ്പൊ എന്താണ്, ഇത് രണ്ടും എന്താണ്, ഏകവചനാണ്, സിംഗുലർ ആണ്, അല്ലതി അല്ലത്തി എന്നുള്ളത്. അത് പഠിച്ചു. അല്ലതി എന്നുള്ളതിന്റെ മോനസാണ് എന്ത്, അല്ലത്തി എന്നുള്ളത്. അർത്ഥം എന്താണ്, അല്ലതി പറഞ്ഞാല് യാതൊരുവൻ, അല്ലത്തി യാതൊരുവൾ, യാതൊരുവൾ. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ അർത്ഥം പറയുമ്പോൾ ഒരു മനുഷ്യനാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ദ വൺ ഹു, അല്ലെങ്കിൽ അത് നമ്മളിങ്ങനെ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ എന്താ പറയാ, വിച്ച് എന്നാ പറയാ, വിച്ച്. അതുപോലെ തന്നെ സ്ത്രീലിംഗത്തിൻ്റെതും എന്താ പറയാ, ഒരു മനുഷ്യനാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഹു, ഒരു സാധനത്തിനാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വിച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ട്, ഇപ്പൊ ക്ലിയർ ചെയ്യണം. ഒരു മിനിറ്റ്. ഇവിടെ ഈ സെന്റൻസ് നോക്കി, ഈ 6ാമത്തെ സെന്റൻസ് ഇല്ലേ, കണ്ടോ? ഈ 6 ഇട്ടത്, ഇതെന്താ ചോദിക്കുന്നത്, ആ കലമുക ഹാദാ യാ മുഹമ്മദ്, മുഹമ്മദ് ഇത് നിന്റെ പേനയാണോ? അപ്പൊ ആൻസർ എന്താ പറയുന്നത്, ലാ അല്ല, ഹാദാ കലമുക അല്ല, ഇത് നിന്റെ പേനയാണ്. അപ്പൊ അവിടെ നിന്റെ എന്നുള്ളത് ഉറപ്പിച്ച് അല്ലേ, നിന്റെ പേന പറഞ്ഞാല് അത് നിന്റെ തന്നെയാണ്. പിന്നെ ഇവിടെ അൻതാൻ എക്സ്ട്രാ കൊടുക്കാനുള്ളതിന്റെ കാരണം എന്താണ്, ലാ അല്ല, ഹാദാ കലമുക ഇത് നിന്റെ പേനയാണ്, അൻത. അപ്പൊ ഇവിടെ കലമുക്ക എന്ന് പറഞ്ഞാൽ തന്നെ നിന്റെ പേനയായി. അപ്പൊ അൻത എന്നുള്ളതിന്റെ അർത്ഥം, കാ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്, നീ എന്നാണ്. അപ്പൊ ഇവിടെ എക്സ്ട്രാ അൻത കൊടുക്കാൻ കാരണം എന്താണ്, ഞാൻ അത് പറഞ്ഞു തന്നതാട്ടോ. ഒന്നുകൂടെ ഉറപ്പിച്ച്, ഒന്നുകൂടി ഉറപ്പിച്ച് പറയാൻ വേണ്ടിട്ട്, എംഫസൈസ് ചെയ്യാൻ. അതായത് ഇത് നിന്റെ പേനയാണ്, അത് ഒന്നും കൂടി ഉറപ്പിച്ച് പറയാണ് എന്ത്, അൻതാന്ന്. ഹാദാ കലമുക്ക പറഞ്ഞാല് ഇത് നിന്റെ പേനയാണ്, അതൊന്നും കൂടി ഉറപ്പിച്ച് പറയും ഇത് നിന്റെ പേന എന്നാണെന്ന് ഒന്നും കൂടി എന്താ ഞാൻ ഊന്നി പറയാനുണ്ട്, അൻത. ലാ അല്ല, ഹാദാ കലമുക്ക ഇത് നിന്റെ പേനയാണ്, അൻത നിന്റേത്. അപ്പൊ എന്താണ്, അത് ഒന്നും കൂടി ഉറപ്പിച്ച് പറയാനാണ് എന്ത് ചെയ്യുന്നത്, അവിടെ എക്സ്ട്രാ അൻതാന്ന് ഉപയോഗിക്കുക, ഒന്നും കൂടി ആ സെന്റൻസിന് ഉറപ്പിക്കാൻ വേണ്ടിട്ട്. ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇനി 13ാമത്തെ ചാപ്റ്ററില് ഇതറിയില്ലേ, അഹുൽ അബി പറഞ്ഞാൽ ആരാണ്, അമ്മിന്റെ, അതായത് ഇപ്പന്റെ സഹോദരങ്ങൾക്ക്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നീനു. ഇവിടെ നമ്മൾ പറഞ്ഞു അഹൂന്ന് എഴുതുമ്പോ അത് ഇലാഫത്തായിട്ട് വരുമ്പോ എന്ത് ചെയ്യണം, ഇവിടെ എക്സ്ട്രാ വാവ് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞതാട്ടോ. അതിതാ അതിന്റെ ഉദാഹരണം. അതായത് ഇലാഫത്ത്, അഹുൽ അബി നിന്റെ അല്ല ഉപ്പയുടെ സഹോദരൻ. അപ്പൊ അഹു എന്നുള്ളത് എന്ത് ചെയ്ത്, ഒരു എക്സ്ട്രാ വാവ് വന്നു ഇവിടെ. ഹാല് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരൻ.
സയ്യിദ് എന്നുള്ളതിന്റെ മുഅന്നസാണ് എന്ത് സയ്യിദത്തി. ഇനി അടുത്ത 13ാമത്തെ ചാപ്റ്റർ. 13ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് നമ്മളിപ്പോ ഫുള്ള് പഠിച്ചത് എന്താണ്? സിംഗുലർ ആയിട്ടുള്ള വേർഡ്സുകളാണ് പഠിച്ചത് ചാപ്റ്ററിൽ, സിംഗുലർ ആയിട്ടുള്ളത്. ഇനി അതിന്റെ നമ്മള് പ്ലൂറൽസ് ആണ് പഠിക്കുന്നത്, ബഹുവചനങ്ങളാണ് പഠിക്കുന്നത്. അപ്പം ഇംഗ്ലീഷിൽ നമ്മൾ ഒരു സിംഗുലർ ആയിട്ടുള്ളതിനെ പ്ലൂറല് ബഹുവചനമാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവസാനം എന്ത് ചെയ്താൽ ഇട്ടെടുത്താൽ മതി? ഒരു എസ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ബുക്ക് ആണെങ്കിൽ ബുക്സ്, പെന്നാണെങ്കിൽ പെൻസ്, ബാഗ് ആണെങ്കിൽ ബാഗ്സ്. ബാഗ് ഒരു ബാഗ്, ബാഗ്സ് പറഞ്ഞ കുറെ ബാഗ്. അപ്പൊ ഒരു എസ് ഇട്ട് കൊടുത്താൽ എന്തായി? അത് പ്ലൂറലായി അഥവാ ബഹുവചനായി. അല്ല, ഇംഗ്ലീഷിൽ എല്ലാത്തിനും കോമൺ ആണ്. പക്ഷെ എന്താണ് അറബിയില് എന്തുണ്ട്? 2 തരം പ്ലൂറൽസ് ഉണ്ട്. അത് 2 തരം പ്ലൂറൽസ് ഉണ്ട്. ഒന്നെന്താണ്? ബ്രോക്കൺ പ്ലൂറൽ. ബ്രോക്കൺ പ്ലൂറൽ പറഞ്ഞാൽ ജമ്മു തക്സീർ. ജമ്മു തക്സീർ പറഞ്ഞാല് ഇപ്പൊ ഒരു മുഫ്രദായിട്ടുള്ള വേർഡിനെ ആ രൂപങ്ങളുമായി ആ മുഫ്രദായിട്ടുള്ള ഇതിന്റെ രൂപം തന്നെ മാറ്റിയിട്ട് അത് എന്ത് ചെയ്യും? അത് വേറെ ബഹുവചനാവും. അതായത് മുഫ്രദിന്റെ രൂപം ഒന്നായിരിക്കും, പക്ഷെ ആ രൂപങ്ങളൊക്കെ പൊട്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? അതിന്റെ ബഹുവചനം ഉണ്ടാവാം. മറ്റേത് പറഞ്ഞാല് സൗണ്ട് അഥവാ ഈ രണ്ടാമത്തെ പ്ലൂറലില് 2 തരം ബഹുവചനങ്ങളുണ്ട്. ഒന്ന് ജമ്മു മുദക്കർ സാലിമും ജമ്മു മുഅന്നസ് സാലിമും. ജമ്മു മുദക്കർ സാലിം പറഞ്ഞ പുല്ലിംഗ ബഹുവചനം, ജമ്മു മുഅന്നസ് സാലിം പറഞ്ഞ സ്ത്രീലിംഗ ബഹുവചനം. അപ്പൊ നമ്മൾ പറഞ്ഞ ജമ്മു തക്സീറിൽ എന്താ? അതിന്റെ മുഫ്രദിന്റെ അഥവാ ഏകവചനത്തിന്റെ രൂപം മാറിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഇതുണ്ടാവുക, അതിന്റെ ബഹുവചനം ഉണ്ട്. പക്ഷെ ജമ്മു മുദക്കർ സാലിമിലും ജമ്മു മുഅന്നസ് സാലിമിലും എന്ത് ഉണ്ടാവില്ല? ആ രൂപത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാതായിരിക്കും എന്ത് ചെയ്യുക? അതിന്റെ ബഹുവചനം ഉണ്ടാവുക. മനസ്സിലായോ? ഇപ്പൊ ഞാനിപ്പോ ചോദിക്കുകയാണ്, കലമു എന്നുള്ളതിന്റെ എന്താണ്? കലമുൻ, അതിന്റെ ബഹുവചനം എന്താ? അക്ലാമുൻ. 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 അപ്പൊ കലമു എന്നുള്ള വേർഡിന്, ആ വേർഡിനെ മാതിരിയാണ് അക്ലാമു എന്നുള്ള ജമ്മിന്റെ രൂപം? അല്ല. ആ കലമു എന്നുള്ള രൂപം ഒന്നായിട്ട് മാറിയില്ലേ? അതെന്താ? അക്ലാമു എന്നുള്ള ഒരു വേറെ രൂപമായിട്ട് മാറി. ഇനിയിപ്പോ നെജ്മുൻ. നെജ്മുൻ എന്നുള്ളത് എന്താണ്? സ്റ്റാർ. അപ്പൊ അതിന്റെ ബഹുവചനം എന്തായിരിക്കും? നുജൂമുൻ. നുജൂമുൻ, നക്ഷത്രങ്ങൾ. അപ്പൊ നെജ്മുൻ എന്നുള്ള വാക്ക് മാറിയിട്ട് എന്ത് ചെയ്ത്? വേറൊരു രൂപം ഉണ്ടായിട്ടാണ് എന്ത് ചെയ്തത്? നുജൂമുൻ എന്ന വാക്കുണ്ടായത്. അപ്പൊ എന്താണ്? അങ്ങനത്തെ രൂപത്തിനാണ് എന്ത് പറയുന്നത്? ജമ്മു തക്സീർ അഥവാ ബ്രോക്കൺ പ്ലൂറൽസ് അഥവാ മുഫ്രദിന്റെ രൂപം പൊട്ടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ബഹുവചനം ഉണ്ടാവുന്നത്. അപ്പോ നമ്മള് അഡ്ജക്റ്റീവ്സിന് നമ്മൾ എന്താണ്? മുഅന്നസ് ആക്കും അഥവാ ബഹുവചനമാക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? അഥവാ പുല്ലിംഗ ബഹുവചനം ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ മുസ്ലിം എന്നുള്ളത് എന്താണ്? ഒരു ഏകവചനാണ് അല്ലെ? മുസ്ലിമോൻ, ഒരു മുസ്ലിം. അതിനെ ബഹുവചനമാക്കണമെങ്കിൽ എന്ത് ചെയ്തു? അവസാനം വാവ് നൂന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മുസ്ലിമൂന. ആ എന്താണ്? ആ മുസ്ലിം എന്നുള്ള വാക്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. ഇല്ല. ആ മുസ്ലിമുൻ എന്ന വാക്കിൽ ഒരു വ്യത്യാസം ഉണ്ടാവാതാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ബഹുവചനം ഉണ്ടാകും. അവസാനം ഒരു വാവ് നൂന് എക്സ്ട്രാ ചേർത്ത് കൊടുത്തതല്ലാതെ ആ വാക്കിൽ എന്തില്ല? ഒരു വ്യത്യാസവും വരുന്നില്ല. ഇതവിടെ നോക്കി, മുസ്തഹിദൂന. മുസ്തഹിദുൻ പരിശ്രമശാലി. അതിന്റെ ബഹുവചനാണ് എന്ത്? മുസ്തഹിദൂന. അപ്പൊ എന്താണ്? അതിന്റെ ബഹുവചന അതിന്റെ ഏകവചനത്തിന്റെ രൂപത്തിൽ മാറ്റം സംഭവിക്കാതാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ബഹുവചന രൂപം ഉണ്ടാവണം. ഈ രൂപങ്ങൾക്കാണ് എന്ത് പറയുന്നത്? ജമ്മു മുദക്കർ സാലിം അഥവാ ഏകവചനത്തെ രൂപത്തിൽ ഒരു മാറ്റവും സംഭവിക്കാതെ ബഹുവചനം ഉണ്ടാവുന്നതിന്. അതിന് അവസാന വാവ് നൂന് ചേർക്കുന്നതിന് ജമ്മു മുദക്കർ സാലിമോ. പിന്നെന്താണ്? അടുത്തത് ഇത് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് മനസ്സിലായോ? അഥവാ മുഫ്രദിന്റെ രൂപത്തിൽ നിന്ന് ഒരു മാറ്റവും സംഭവിക്കാതെ അവസാനം ഒരു എക്സ്ട്രാ വാവ് നൂന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബഹുവചനമാവുന്നതിനാണ് എന്ത് പറയുന്നത്? ജമ്മു മുദക്കർ സാലിം. അഥവാ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സൗണ്ട് മസ്കുലിൻ പ്ലൂറൽ. സൗണ്ട് മസ്കുലിൻ പ്ലൂറൽ. മുദരിസുൻ അധ്യാപകൻ. അതിന്റെ ബഹുവചനം മുദരിസൂന. അതിന്റെ വേർഡിൽ എന്ത് ചെയ്തില്ല? ഒരു വ്യത്യാസം, അതിന്റെ രൂപത്തിൽ ഒരു വ്യത്യാസം സംഭവിക്കാതാണ് അതിന്റെ ബഹുവചനം ഉണ്ടാവുന്നത്.
ഇത് മനസ്സിലായെങ്കിൽ ജമ്മു മുഅന്നസ് സാലിമ പറഞ്ഞുതരാം. ജമ്മു മുഅന്നസ് സാലിമ പറഞ്ഞ എന്താണ്? സ്ത്രീലിംഗ ബഹുവചനങ്ങൾ അഥവാ സൗണ്ട് ഫെമിനിൻ പ്ലൂറൽ, സ്ത്രീലിംഗ ബഹുവചനം. ഇതും ഇതേമാതിരി തന്നെയാണ്. ഇപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു മുസ്ലിമുൻ എന്താണ് മുസ്ലിമൂന. മുസ്ലിം എന്നുള്ളത് എന്താണ്? ഏകവചനാണ്. അതെന്താണ്? ഒരു സ്ത്രീലിംഗാണ്. മുസ്ലിം അല്ല സോറി പുല്ലിംഗാണ് മുസ്ലിം എന്നുള്ളത്. അപ്പൊ അത് സ്ത്രീലിംഗം ആക്കണമെങ്കിൽ അവസാനം എന്താ ആഡ് ചെയ്ത് കൊടുത്താൽ മതി? മുസ്ലിം എന്നുള്ളത് ഒരു സ്ത്രീലിംഗം ആക്കണമെങ്കിൽ എന്താ ആഡ് ചെയ്ത് കൊടുത്താൽ മതി? ആ താ മർബൂത്ത. അപ്പൊ എന്താവും? മുസ്ലിം എന്നുള്ളത് എന്താവും? മുസ്ലിമത്തുനാവും. അപ്പൊ ഇനി കുറെ മുസ്ലിം സ്ത്രീകൾ എന്നുള്ളത് നമുക്കത് ബഹുവചനമാക്കാം. അപ്പൊ അതെങ്ങനെ ആക്കാം? മുസ്ലിമത്ത് എന്നുള്ളതിന്റെ അതിലെ താ ഒഴിവാക്കിയിട്ട് അവസാനം എക്സ്ട്രാ അലിഫും താവും ചേർത്ത് കൊടുക്കാം. മുസ്ലിമാത്തുൻ. ഓക്കെ. മുസ്ലിമത്ത് എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗമാണ്, ഏകവചനാണ്. അതിനെ ഇനി ബഹുവചനമാക്കണം. മുസ്ലിമത്തിന് കുറെ മുസ്ലിം സ്ത്രീകൾ നമുക്ക് പറയണം. അപ്പൊ എന്താണ്? അവസാനത്തെ താവും മർബൂത്ത ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? അവസാനം അലിഫു താവും ആഡ് ചെയ്യുക. അലിഫും താവും ആഡ് ചെയ്യുമ്പോ ബഹുവചനത്തിലുള്ള താ ഓപ്പൺ താ ആയിരിക്കും. ഇതിൽ നമ്മൾ മുസ്ലിമത്ത് എന്നുള്ളതിൽ എന്താണ്? താവ് മർബൂത്താണ്, റൗണ്ട് താണ്. പക്ഷെ അതിന്റെ ബഹുവചനമായിട്ട് വരുമ്പോ എന്താവും? ഓപ്പൺ താ ആയിട്ട് മാറും. മുസ്ലിമാത്തുൻ. ഇതിലെന്താ ഡൗട്ട് ഉണ്ട്? ഈ ജമ്മ മുദക്കർ സാലിം മുഅന്നസ് സാലിമിൽ എന്തെങ്കിലും വ്യത്യാസം ഡൗട്ട് ഉണ്ടോ? ഇല്ല. അതിനുള്ള ഉദാഹരണമാണ് എന്ത്? തൊവീലു എന്നുള്ളത് എന്താണ്? നീളം. നീളമുള്ള. അതിന്റെ ജമ്മാണ് എന്ത്? തിവാലു. അത്തിവാലു പറഞ്ഞ ഇവിടെ എന്താണ്? ഇവിടെ കുറെ സ്ത്രീകൾ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ തിവാല് എന്ന് പറഞ്ഞത്. അപ്പൊ തിവാലു അതിന്റെ ജമ്മാണ്. അപ്പൊ തൊവീല് എന്നുള്ളതിന്റെ രൂപം മാറ്റിയിട്ടാണ് എന്ത് ചെയ്തത്? തിവാലു എന്നുള്ള രൂപം ഉണ്ടാവുന്നത്. ഇനി അടുത്ത ജദീദുൻ ജമ്മാണ് എന്ത്? ജുദുദുൻ. അപ്പൊ ജദീദ് എന്നുള്ള രൂപം മാറിയിട്ടാണ് എന്ത്? ജുദുദുൻ ഉണ്ടായത്. അപ്പൊ ഇതെന്താണ്? ജമ്മു തക്സീറാണ്. താലിബുൻ ജമ്മു തുലാബുൻ. ഇതൊക്കെ എന്താണ്? ജമ്മു തക്സീറാണ്. ജമീലുൻ ജമ്മു സുമലാഉ. ഒക്കെ എന്താണ്? ജമ്മു തക്സീറാണ്. ഇപ്പൊ മുസ്തഹിദൂന എന്നുള്ളത് എന്താണ്? മുസ്തഹിദൂന. ജമ്മു മുദക്കർ സാലിം. അതെന്താണ്? അതിന്റെ മുസ്തഹിദ് എന്നുള്ള വാക്കിൽ ഒരു വ്യത്യാസവും വരാതെ അവസാനത്തിൽ ജസ്റ്റ് ഒരു വാവോ നൂന് ചേർത്ത് കൊടുത്താൽ എന്തായി? അതിന്റെ ബഹുവചനായി. ഇനി അസ്മാ എന്നുള്ളത് എന്തിന്റെ ആണ്? ഇസ്മുൻ ജമ്മു അസ്മാഉൻ. അപ്പൊ അതെന്താണ്? ജമ്മു തക്സീറാണ്. റജുലിൻ ജമ്മു റിജാലുൻ. ജമ്മു തക്സീറാണ്. കസീറുൻ ജമ്മു കിസാറുൻ. ജമ്മു തക്സീറാണ്. ഹാജിൻ ജമ്മു ഹുജാജിൻ. അപ്പൊ നിങ്ങൾക്ക് എന്താണ്? ഒരു വേർഡ് കണ്ടിട്ട് അതിന്റെ ബഹുവചനം കണ്ടാൽ മനസ്സിലാവുന്നത് ജമ്മു തക്സീറാണ്. മറ്റേ ജമ്മു മുഅന്നസ് സാലിമില് അവസാന വാവും നൂനും, ജമ്മു മുദക്കർ സാലിമില് അവസാന വാവും നൂനും ആ രൂപത്തിൽ ഒരു മാറ്റവും സംഭവിക്കാതെ, ജമ്മു മുഅന്നസ് സാലിമ പറഞ്ഞാല് അവസാനം ആ താമർഭൂത്ത കളഞ്ഞിട്ട് എന്താവും? അലിഫുൻ താവും ആവും. അലിഫുൻ താ ഉള്ളത് എന്താണ്? താ ഓപ്പൺ താ ആയിട്ടാണ് വരാം ബഹുവചനത്തില്. അപ്പോ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ജമ്മു തക്സീർ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് PDF ഇട്ടതില് കുറച്ച് നിങ്ങൾക്ക് അപ്പൊ ഇതിന്റെ ജമ്മു മുദക്കർ സാലിമിലും മുഅന്നസ് സാലിമിലും നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. അതിൽ അവസാനം എക്സ്ട്രാ വാവും നൂനും അലിഫു താവ് ആഡ് ചെയ്യാനാണ്. പക്ഷെ ജമ്മു തക്സീറിന്റെ രൂപങ്ങളിലാണ് മാറ്റം ഉണ്ടാവുക. അത് ഞാൻ നിങ്ങൾക്ക് PDF അയച്ചു തന്നില്ലേനോ? അതിലുണ്ടേനു ഓരോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കൽ പാറ്റേൺ. കണ്ടിനോ? PDF 8 പാറ്റേൺ ഉണ്ടായില്. ഒന്നുകൂടെ ആക്കാൻ പറ്റുമോ? അഥവാ നെജുമുൻ ജമ്മു നുജൂമുൻ അത് ഓൾറെഡി അയച്ചു. ഗ്രൂപ്പില് മിസ് അയക്കണോ? നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണേ, ഞാൻ അയച്ചുതരാം. ഗ്രൂപ്പില് പിന്നെ അയക്കുമ്പോ മെസ്സേജ് അയച്ചാൽ ഞാൻ അയച്ചു തരും കേട്ടോ. ഓക്കെ.
അപ്പൊ അതെന്താണ് നെജ്മുൻ എന്താണ് സ്റ്റാർ, അത് ഏത് പാറ്റേണിലാണ് അതിന്റെ ബഹുവചനം വരുന്നത്? ഫൂലൻ പാറ്റേണിലാണ് അതിന്റെ ബഹുവചനം വരുന്നത്, അഥവാ നുജൂമുൻ. നമ്മളെല്ലാ ഇതും എന്താണ് ഫഅല എന്ന ക്രിയയിൽ നിന്നാണ് ഇതാക്കുക, ആ പാറ്റേണിലാണ് എടുക്കുക. അപ്പൊ ഫഅല അങ്ങനെ ഓരോ പാറ്റേണിലാണ് എടുക്കുക. അപ്പൊ ഇത് എന്താണ് നുജൂം എന്നുള്ളത് ഏത് പാറ്റേണിലാണ് വരുന്നത്? ഫൂലൻ. കിതാബുൻ ജമ്മ എന്താണ്? കിതാബുൻ ബഹുവചനം എന്താണ്? കുത്തുബുൻ. അപ്പൊ അത് ഏത് പാറ്റേണിലാണ് വരുന്നത്? ഫൂലൻ പാറ്റേണിലാണ് എന്ത് വരുന്നത്? അതിന്റെ ബഹുവചനം വരുന്നത്. ജബലുൻ ജമ്മ ജിബാലുൻ, അപ്പൊ അത് ഏത് പാറ്റേണിലാണ് വരുന്നത്? ഫിആലുൻ പാറ്റേണിലാണ് വരുന്നത്. താജറുൻ ജമ്മ തുജാറുൻ, അപ്പൊ അത് ഏത് പാറ്റേണിലാണ് വരുന്നത്? ഫുആലുൻ. ഇനി കലമുൻ ജമ്മ അക്ലാമുൻ, അത് ഏത് പാറ്റേണിലാണ്? അഫ്ആലുൻ. ഇനി ജമീലുൻ ജമ്മ സുമലാഉ, ഏത് പാറ്റേണിലാണ് വരുന്നത്? അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് അപ്പൊ ഇവിടെ ഞങ്ങൾ ആലോചിക്കുന്നത് ഫുഅലാഉ പാറ്റേണിൽ വരുന്ന എല്ലാ ബഹുവചനത്തിനും എന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. ഫുഅലാഉ പാറ്റേണിൽ വരുന്ന എല്ലാ ബഹുവചനങ്ങൾക്കും തെൻവീൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയേക്കണം. പിന്നെ സ്വദീഖുൻ ജമ്മ അസ്ദിഖാഉ, ഏത് പാറ്റേണിലാണ് വരുന്നത്? അപ്പൊ അഫ്ഇലാവ് പാറ്റേണിൽ വരുന്ന എല്ലാ ബഹുവചനത്തിനും എന്തുണ്ടാവില്ല? തെൻവീന് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ രണ്ട് പാറ്റേൺ പഠിച്ച് തെൻവീന് ഉണ്ടാവാത്ത ഒന്നെന്താണ്? ഫുഅലാഉ, മറ്റേത് അഫ്ഇലാവ്. പിന്നെ അവൻ ജമ്മ ഇഹ്വത്തുൻ, അപ്പൊ അത് ഏത് പാറ്റേണിലാണ് വരുന്നത്? ഫിഇലത്തുൻ ഫിഇലത്തുൻ ഇഹ്വത്തുൻ ഫിഇലത്തുൻ ഫിഇലത്തുൻ പാറ്റേണിലാണ് വരുന്നത്. അപ്പൊ പിന്നെ ഇതില് പഠിക്കാനുള്ളത് എന്താ ഈ ചാപ്റ്ററില്? ഹുവാന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? ഹുവ. ഹുവ പറഞ്ഞാൽ അവന് ഏകവചനാണ്, പുല്ലിംഗമാണ്. അതിന്റെ ബഹുവചനാണ് എന്ത്? ഹും, അഥവാ ബഹുവചനം പുല്ലിംഗം. പിന്നെ ഹുവ എന്നുള്ളത് എന്താണ്? ഒരു പൊസസീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാം. അത് ഹും എന്നുള്ളത് പൊസസീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ ഉപയോഗിക്കുക? അഥവാ ഒരു നാമത്തിന്റെ കൂടെ ഹും തന്നെ. ഹുവ എന്നുള്ളത് എന്തായാലും പൊസസീവ് പ്രോനൗൺ അഥവാ ഒരു നാമത്തിന് കൂടെ വരുമ്പോ ഹൂന്നായിട്ട് മാറും. ഹും എന്നുള്ളത് എന്താണ്? ഹും തന്നെ, അത് ഒരു വേർഡിന് കൂടെ ചേർത്തില്ല. ഇനി ദഹബ എന്നുള്ളത് എന്താണ്? ദഹബ അവൻ പോയി. ദഹബ അവൻ പോയി. അപ്പൊ അവർ കുറെ പേർ പോയി എങ്ങനെ പറയാം? ദഹബു. അപ്പൊ നിങ്ങൾ ദഹബു അവിടെ കണ്ടില്ലേ? ദഹബു ആയിട്ട് എന്ത് ചെയ്യണം? ഒരു അലിഫ് ഇടണം. ദഹബു അവർ പോയി എവിടേക്കില്ലേലും മത്തഅമി ക്യാൻറ്റീനിലേക്ക്. അപ്പൊ ദഹബ എന്നുള്ള അവൻ പോയി അതിന്റെ ബഹുവചനാണ് ദഹബു. ജലസ അവൻ ഇരുന്നു, അതിന്റെ ബഹുവചനാണ് എന്ത്? ജലസു അവർ ഇരുന്നു. ഖറജ അവൻ പുറപ്പെട്ടു, അവർ പുറപ്പെട്ടു എന്നുള്ളതിന് ഖറജു. ഓക്കെ. പിന്നെ ഇതിലെന്താണ്? അപ്പൊ നിങ്ങൾ ഇതിന്റെ ബഹുവചനം എഴുതുമ്പോ അവസാനത്തെ അലിഫ് ഇടാൻ മറക്കരുത്. അത് ഇതിന്റെ കൂടെ ഉള്ളതാണ്, അപ്പൊ അത് ഇടാതെ എഴുതരുത്. പിന്നെ ഇതിൽ പഠിച്ചത് എന്താണ്? ബഅല. ബഅല എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ബഅല ശേഷം. അത് ബഅലാണ് ശേഷം. ബഅല പറഞ്ഞാല് ചിലത്, ചില, അതായത് സം. ഇംഗ്ലീഷിൽ പറയുമ്പോ സം. അതിന്റെ അപ്പൊ ഇതിലെന്തെങ്കിലും ഡൗട്ട് നോക്കി ഈ ചാപ്റ്ററിൽ ഇപ്പൊ പറഞ്ഞതിൽ ഇപ്പൊ എന്തെങ്കിലും? നിങ്ങൾക്ക് ഏതെങ്കിലും ബഹുവചനം കിട്ടാത്ത എന്താ ചോദിക്കണേ? ഇതുവരെ പഠിച്ചതിൽ ഏതെങ്കിലും വാക്കിന്റെ കിട്ടാത്ത ഉണ്ടെങ്കിൽ ബാദല ജമ്മ ഏതാ കേട്ടില്ല. ബാല ജമ്മ ഇല്ല. ബാധ ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞോ അറിയാതെ. ബാല പറഞ്ഞാല് ചില. അവർ ചില എന്ന് പറയുമ്പോ ബാലഹും.
അവർ ചിലർ ബഅ്ദുഹും. ഇനി നമുക്ക് 13ാമത്തെ ചാപ്റ്ററിലെ പാർട്ട് ബിയിലേക്ക് കടക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തൊക്കെയാണ്? സ്ത്രീലിംഗ ബഹുവചനങ്ങളാണ് പഠിച്ചത്. അല്ല, പുല്ലിംഗ ബഹുവചനങ്ങൾ. ഇതിൽ പഠിക്കുന്നത് എന്താണ്? സ്ത്രീലിംഗ ബഹുവചനങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. അഥവാ ഹുവ എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? ഹും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഹിയ അവൾ എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? ഹിയ ഹുന്ന. അവൾ എന്നുള്ള ഹുന്ന. ഹുന്ന അവർ കുറെ സ്ത്രീകൾ. അപ്പൊ ഹിയ എന്നുള്ളത് ഒരു പൊസസീവ് പ്രോനൗൺ ആകുമ്പോഴോ? ഹ ഹ ഹാ എന്താണ്? നീട്ടണം. ഹാ. അഥവാ ഇത് കിതാബുഹ അവളുടെ ബുക്ക്, കലമുഹ അവളുടെ പെന്ന്, പിന്നെന്താണ്? ബൈത്തുഹ അവളുടെ വീട്. അങ്ങനെ എന്താണ്? നീട്ടണം. വീട്. അപ്പൊ ഹുന്ന എന്നുള്ളത് പൊസസീവ് പ്രോനൗൺ ആയിട്ട് എഴുതുമ്പോഴോ? ഹുന്ന തന്നെ. ഹുന്ന നിലവിൽ കണ്ടില്ല. ബാബു ഹുന്ന, ബൈത്തു ഹുന്ന ഹുന്ന. അവളുടെ അവരുടെ വീട്, അവർ കുറെ സ്ത്രീകളുടെ വീട്. പിന്നെ നമ്മൾ പഠിച്ച് ഹാദ ഹാദിഹി എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? ഹൗലായി. ഹൗലായി. ഹാദക്കും ഹാദിക്കും എന്താണ് ഉപയോഗിക്കുക? ഹൗലായി എന്നാണ് അതിന്റെ ബഹുവചനമായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ദഹബ എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? ദഹബു. ദഹബു. അപ്പൊ ഇനി ദഹബത്ത് എന്നുള്ളതിന്റെ ബഹുവചനം എന്തായിരിക്കും? ദഹബത്ത്. ദഹബ്ന. നീട്ടാതെ ദഹബ്ന. അവർ കുറെ പെണ്ണുങ്ങൾ പോയി എങ്ങനെ പറയാം? അവർ കുറെ ദഹബിന. ദഹബിന ഞാൻ കഴിഞ്ഞിട്ട് നീട്ടാനില്ല. ദഹബിന ജസ്റ്റ് ഞാൻ മാത്രമേ ഉള്ളൂ. ദഹബിന ദഹബിന. ഇതവിടെ കണ്ടില്ല. ദഹബിന ഇലൽ മക്തബത്തി. ഞാൻ കഴിഞ്ഞിട്ട് നീട്ടാനില്ല. ദഹബിന. ഞാൻ നീട്ടാനില്ലാതെ പറയുന്നത് അടുത്തത് നിങ്ങൾക്ക് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ദഹബിന നൂന് കഴിഞ്ഞിട്ട് നീട്ടാനില്ല. ദഹബിന പറഞ്ഞ അവർ കുറെ സ്ത്രീകൾ പോയി. ജലസ്ന അവർ കുറെ സ്ത്രീകൾ ഇരുന്നു. ഖറജ്ന അവർ കുറെ സ്ത്രീകൾ പുറപ്പെട്ടു. നൂന് കഴിഞ്ഞിട്ട് നീട്ടാനില്ല. പിന്നെ ബിന്തു എന്നുള്ളതിന്റെ എന്താണ്? ബിന്തുൻ ബനാത്തുൻ. പെൺകുട്ടി. അതിന്റെ ബനാത്തുൻ. ഉഖ്തുൻ ജംഅ്. അഖ്വാത്തുൻ. ഉഖ്തുൻ ജംഅ് അഖ്വാത്തുൻ. അഖവാത്തുൻ. ഫതാത്തുൻ ജംഅ്. ഫതാത്തുൻ ജംഅ് ഫത്തയാത്തുൻ. ഫതയാത്തുൻ. ഫതാത്തിന് പറഞ്ഞ യുവതി, ഫതയാത്തിന് പറഞ്ഞ കുറെ യുവതി. പിന്നെ അഹുൻ ജംഅ് എന്താണ്? ഇഹ്വാത്തുൻ പറയില്ല. ഇഹ്വത്തുൻ അല്ലെങ്കിൽ അഹ്വാനും. ഇഹ്വത്തിന് പറയില്ല. രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാം. അഹുന്നുള്ളതിന്റെ ബഹുവചനം രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാം. ഒന്നുകിൽ ഇഹ്വാനും അല്ലെങ്കിൽ ഇഹ്വത്തുൻ. ഇഹ്വാനും നെയ്നോ അഹ്വാനും നെയ്നോ? ഇഖ്വാൻ അല്ലേ? ഡൗട്ട്. ഞാൻ നോക്കട്ടെ. ആഹ്വാനം തോന്നുന്നു. ബാക്കിയെല്ലാം മനസ്സിലായോ? അഹ്വാനും അല്ലെങ്കിൽ ഇഹ്വത്തുൻ. അതാട്ടോ ജംഅ്. അഹുന്നുള്ളതിന്റെ ജംഅ് അഹ്വാനും അല്ലെങ്കിൽ ഇഹ്വത്തുൻ. ഈ ചാപ്റ്ററിൽ ഇത്ര കാര്യങ്ങളുള്ളൂ പഠിക്കാൻ. പിന്നെ ഇതിന്റെ പാർട്ട് സിയിൽ എന്താ പഠിക്കാനുള്ളത്? ഈ ചാപ്റ്ററിന്റെ പാർട്ട് സിയില്
ഒരു സ്ത്രീ നിസാൻ പറഞ്ഞ കുറെ സ്ത്രീകൾ. മർഅത്ത് പറയുമ്പോ എന്താണ്? അൽ മർഅത്ത് എന്നുള്ളത് അലിഫ് കൂട്ടി പറയുമ്പോഴാണ് എന്ത് പറയാ? അൽ മർഅത്ത് പറയാം. അലിഫ് കൂടാതെ പറയുമ്പോ ഇമ്രാഅത്ത് എന്നാട്ടെ പറയാം. അലിഫ് കൂട്ടി പറയുമ്പോ അൽ മർഅത്ത് എന്നും അലിഫ് ഇല്ലാതെ പറയുമ്പോ ഇമ്രാഅത്ത് എന്നാണ് പറയേണ്ടത്. പഠിക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാദ ഹാദിഹിന്റെ ബഹുവചനം എന്താണ്? ഹൗലായി എന്നാണെന്ന്. രണ്ടിനും ഒന്നാണ്. ഹാദക്കും ഹാദിക്കും എന്താണ്? ഒരേ ബഹുവചനമാണ് ഹൗലായി എന്നുള്ളത്. ഇനി ദാലിക തിൽക്ക ദൂരെയുള്ളതിനെ ഹാദ ഹാദിഹി അടുത്തുള്ളതിനെ ചൂണ്ടിക്കാണിക്കാനാണ്. ദൂരെയുള്ളതിനെ ചൂണ്ടിക്കാണിക്കാൻ എന്താണ്? ദാലിക തിൽക്ക. അതിന്റെ ബഹുവചനം എന്താണ്? ഉലായിക്ക. ഉലായിക്ക. ഉലായിക്ക എന്നാണ് അതിന്റെ ബഹുവചനം. അപ്പൊ ഇവിടെ ഉലായിക്ക എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞിട്ട് ഒരു വാവ് ഉണ്ടാവും. ഉലായിക്ക അത് നമ്മളെ പറയുമ്പോ നീട്ടാനില്ലെങ്കിൽ എന്തുണ്ടാവും? അവിടെ എന്തുണ്ട്? ഒരു വാവ് ഉണ്ട്. നമ്മൾ പറയുമ്പോ ഊലായിക്ക എന്ന് പറയുന്നില്ലല്ലോ. ഊലായിക്ക എന്നല്ലേ പറയും. അപ്പൊ നമ്മൾ പ്രൊനൗൺസിയേഷനിൽ അവിടെ വാവ് ഇല്ലെങ്കിലും നീട്ടാനില്ലെങ്കിലും എന്താണ്? ഏറ്റിൽ അവിടെ വേണം. ഉലായിക്ക. അലിഫ് കഴിഞ്ഞിട്ട് വേണം? ഒരു വാവ് വേണം, നീട്ടാനല്ല. പിന്നെന്താണ്? നമ്മള് ഇവിടെ ഉലായിക്ക ഒരു നീട്ടാനുള്ള ലാ ആണ്. പക്ഷെ നമ്മൾ എഴുതുമ്പോ എന്ത് ചെയ്ത് അങ്ങനെ എഴുതരുത്. ഇവിടെ എങ്ങനെയാ ഈ ലാമ ഇട്ടിട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അല്ലാതെ ഈ ഹൗലായി എന്നുള്ളതിന്റെ ലാമ പോലെ ഇവിടെ എഴുതരുത്. ഓക്കെ അല്ലേ? ഇവിടെ ഹൗലായി എഴുതുമ്പോ ഈ ലാമാണ് നീട്ടി എഴുതേണ്ടത്. പക്ഷെ ഉലായിക്കാന്ന് എഴുതുമ്പോ എന്ത് ചെയ്ത് അവിടെ അങ്ങനെ എഴുതരുത്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഉലായിക്ക. പിന്നെ ഹൗലായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത്? ഹാന്ന് നീട്ടരുത്. ഹാന്ന് നീട്ടി എഴുതരുത്. ഹൗലായിട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഉലായിക്ക എങ്ങനെയാണ് എഴുതേണ്ടത്. ഈ ചാപ്റ്ററിൽ ഇത്ര കാര്യം പഠിക്കാനുള്ളൂ. പാർട്ട് സിയില്. ഇനി പാർട്ട് ലെസൺ 14th 14ാമത്തെ ചാപ്റ്റർ. സ്പീഡാണല്ലോ എടുക്കുന്നത്? അല്ല. ഇത് നോക്കി ആലിമുൻ ജമ്മു ഉലമാവും. ഇത് ഏത് വസ്നിലാണ് വരുന്നത്? ഉലമാവ് എന്നുള്ളത് ഏത് പാറ്റേണിലാണ് വരുന്നത്? എന്ത്? പാറ്റേണിലാണ് ഉലമാവ് വരുന്നത്. ഇനി അക്വിയ എന്നുള്ളത് ഏത് പാറ്റേണിലാണ് വരുന്നത്? കവിയും ചെമ്മ അക്വിയാവും. ഏത് പാറ്റേണിലാ? അപ്പം വരുന്ന പാറ്റേണിൽ വരുന്ന ബഹുവചനത്തിൽ എന്തുണ്ടാവരുത്? തെൻവീന് ഉണ്ടാവരുത്. ഈ 14ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു. നമ്മളിപ്പോ ഹുവിന്റെ ബഹുവചനം പഠിച്ച്, ഹിയന്റെ ബഹുവചനം പഠിച്ച്. ഇനി അൻതന്റെ ബഹുവചനം എന്താണ്? അൻത, നീ ഒരു ആണിന്റെ ബഹുവചനം. അൻതും. അൻതും എന്നുള്ളത് എന്താണ്? പുല്ലിംഗത്തിലാണ് ഉപയോഗിക്കുക. നിങ്ങൾ കുറെ ആണുങ്ങളാണ്. അൻതും എന്നുള്ളത്. അപ്പൊ അത് പൊസസീവ് പ്രോനൗൺ ആക്കി ഉപയോഗിക്കുമ്പോ അൻതക്ക് കാന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അൻതുമിന് എന്താ ഉപയോഗിക്കുക? അൻതും. ഒരു നാമത്തിന് കൂടെ ചേർന്ന് വരുമ്പോ കും. ബൈത്തുക്കും നിങ്ങളുടെ വീട്. കിതാബുക്കും നിങ്ങളുടെ ബുക്ക്. അതിന് കുന്നാണ് ഉപയോഗിക്കുക. ഇവിടെ കണ്ടില്ലേ? ഹാലുക്കും അബൂക്കും. പിന്നെ അടുത്തത് അന എന്നുള്ളത് ആർക്കൊക്കെ ഉപയോഗിക്കുക? അന എന്നുള്ളത് സ്ത്രീകൾക്ക് ഉപയോഗിക്കുക, പുല്ലിംഗത്തിനും ഉപയോഗിക്കാം. ഇതിനും ഉപയോഗിക്കാം അന എന്നുള്ളത്. അനാന്നുള്ളത്. അപ്പൊ അതിന്റെ ബഹുവചനം എന്താണ്? അന. നഹനു. അപ്പൊ നഹനു ഞങ്ങൾ. ഞങ്ങൾ എന്നുള്ള നഹനു എന്നുള്ളത് എന്തിനു ഉപയോഗിക്കുക? മസ്കുലിനോ ഫെമിനിനോ ഒരേപോലെ ഉപയോഗിക്കാം. ഇനി നമ്മൾ പഠിച്ച് ബൈത്തി പറഞ്ഞാൽ എന്താണ്? എന്റെ വീട്. ബൈത്തി. ബൈത്ത് എന്നുള്ളതിന് അവസാനം യാഹൂത്ത കലിമ കൊടുത്താല് ബൈത്തി എന്റെ വീട്. അപ്പൊ ഞങ്ങളുടെ വീട് എങ്ങനെ പറയാം? ഞങ്ങളുടെ വീട്. ബൈത്തൂന ഞങ്ങളുടെ വീട്. ബൈത്തൂന ഞങ്ങളുടെ വീട്. അപ്പൊ ഇനി അടുത്തത് പഠിക്കാനുള്ളത് റഹത്ത പറഞ്ഞാല് നീ ഒരു ആണ് പോയി. നിങ്ങൾ കുറെ ആണുങ്ങൾ പോയി എങ്ങനെ പറയാം? നിങ്ങൾ കുറെ ആണുങ്ങൾ പോയി.
അൽ ലഹബും പറഞ്ഞാൽ അവർ കുറെ ആണുങ്ങൾ പോയത്. ഇത് നിങ്ങൾ കുറെ ആണുങ്ങൾ പോയി. എന്താണ് ദഹബ്തും, നിങ്ങൾ കുറെ ആണുങ്ങൾ പോയി. ദഹബ്തും ദഹബ്തുനാണ് ആർക്കും ഉപയോഗിക്കുക, പുല്ലിംഗത്തിനാണ് ഉപയോഗിക്കുക. ദഹബ്തും, നിങ്ങൾ കുറെ ആണുങ്ങൾ പോയി. ഇനി ഞാൻ പോയി എന്നുള്ളതിന് എന്താ പറയാ? ഞാൻ പോയി. ദഹബത്തു എന്നല്ല കേട്ടോ പറയണ്ടത്, ദഹബ്തു. ബായിന് സുക്കൂൻ ഇട്ടിട്ടാ പറയണ്ടത്. ദഹബ്തു, ഞാൻ പോയി. ഇനി ഞങ്ങൾ പോയി എങ്ങനെ പറയാ? ഞങ്ങൾ പോയി. ദഹബിന. അപ്പൊ ഇനി ഇവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. നേരത്തെ ദഹബിനയിൽ എന്തില്ല? നമ്മൾ നേരത്തെ ദഹബിന പഠിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ദഹബിനയിൽ അവർ കുറെ പെണ്ണുങ്ങൾ പോയി എന്നുള്ളതിന് ആ ദഹബിനയിൽ എന്തില്ല? നൂന് കഴിഞ്ഞിട്ട് നീട്ടാനില്ല. പക്ഷെ ഞങ്ങൾ പോയി എന്നുള്ളതിന് എന്താണുണ്ട്? നൂന് കഴിഞ്ഞിട്ട് നീട്ടാനുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കണം. ദഹബിനയും ദഹബിന എന്നതിൽ വ്യത്യാസം. ദഹബിന പറഞ്ഞാല് അവർ കുറെ പെണ്ണുങ്ങൾ പോയി. ദഹബിന നൂന് കഴിഞ്ഞിട്ട് നീട്ടാനില്ല. പക്ഷെ ഞങ്ങൾ പോയിന്ന് എങ്ങനെ പറയാ? ദഹബിന നൂന് കഴിഞ്ഞിട്ട് നീട്ടാൻ ഉണ്ടാകും. ആ വ്യത്യാസം മനസ്സിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ദഹബിന ഞങ്ങൾ പോയി, നൂന് കഴിഞ്ഞിട്ട് നീട്ടാനുണ്ട്. മറ്റേ ദഹബിനയിൽ എന്തില്ല? നൂന് കഴിഞ്ഞിട്ട് നീട്ടാനില്ല. ദഹബിന അവർ കുറെ പെണ്ണുങ്ങൾ പോയിന്ന് പറഞ്ഞതിൽ എന്തില്ല? നീട്ടാന് ഇല്ല. പിന്നെ നമ്മള് ഈ ചാപ്റ്ററിൽ അടുത്ത പ്രധാനമായിട്ട് പഠിക്കാൻ പോണത് നമ്മള് തെൻവീനെ കളയപ്പെടുന്ന ചില അവസ്ഥകൾ പറഞ്ഞിട്ട് അതിലൊന്ന് ഏതാണ്? പിന്നെ അങ്ങനത്തെ എല്ലാത്തിന് അല്ല് വരുന്നതിന് അത് ബേസിക് ആയിട്ടുള്ള റൂളാണ്. അല്ല് വരുന്നതിന് തെൻവീൻ ഉണ്ടാവില്ല. പക്ഷെ നമ്മള് അല്ലില്ലാത്ത പദങ്ങൾക്ക് തെൻവീന് ഇലാഫത്ത് വരുമ്പോഴല്ല. ഇലാഫത്ത് അത് അതിന്റെ നിയമമാണ്. അല്ലാതെ അല്ലില്ലാതെ തെൻവീന് ചില അല്ല സ്ത്രീകളുടെ പേരുകൾക്ക് ചില പേരുകൾക്കല്ല, സ്ത്രീകളുടെ പേരിന് എന്തുണ്ടാവില്ല? തെൻവീനും ഉണ്ടാവില്ല. ഇലാഫത്തിന് തെൻവീൻ ഉണ്ടാവില്ല എന്നല്ല, അത് ഇലാഫത്തിന്റെ നിയമമാണ്. ഇലാഫത്തിന് എന്താണ്? മുലാഫിന് എന്താണ്? അല്ല് ഇല്ല, പക്ഷെ അതിന് എന്തില്ല? തെൻവീനും ഇല്ല. അതിന്റെ നിയമമാണ്. പക്ഷെ അലിഫ് ഇല്ലാതെ തെൻവീന് ഇപ്പൊ നമ്മൾ പഠിച്ചു മുഹമ്മദുൻ, അതിന് തെൻവീൻ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മള് സ്ത്രീകളുടെ പേര് പറയുമ്പോ തെൻവീന് പറയുന്നില്ല? ആമിനത്തു, ആയിഷത്തു എന്നല്ല പറയുന്നത്. അപ്പൊ സ്ത്രീകളുടെ പേര് എന്തും ഉണ്ടാവില്ല? തെൻവീനും ഉണ്ടാവില്ല. പിന്നെ ഒരു ഇതിനെ പഠിച്ച് അത് ഏതേനു? സ്ത്രീകളെ സൂചിപ്പിക്കുന്ന അവസാനത്തെ താമർബൂത്ത ചില പുരുഷന്മാരെ നാമങ്ങൾക്കും ഉണ്ടാവും. അഥവാ മുആവിയത്തു, ഉസാമത്തു എന്ന് പറയുന്ന പോലെ ആ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന റൗണ്ടത്തെ ചില പുരുഷന്മാരെ ഇസ്മുകളിലുണ്ട്, പേരുകളിലുണ്ട്. അങ്ങനെ താമർബൂത്ത് വരുന്ന പുരുഷന്മാരെ പേരുകളിൽ താമർബൂത്ത് വരുന്നതിന് എന്തുണ്ടാവില്ല? തെൻവീനും ഉണ്ടാവില്ല. പിന്നെ ഇനി അടുത്തത് ഏതാ പഠിച്ചത്? അടുത്തത് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഏതാണ്? അനറബി നാമങ്ങൾക്ക്. അനറബി പറഞ്ഞാല് അറബി അല്ലാത്ത നാമങ്ങൾ. അറബി അല്ലാത്ത നാമങ്ങൾക്ക് അഥവാ അനറബി നാമങ്ങൾക്ക് എന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. അതിൽ പെട്ടതാണ് എന്ത്? ലണ്ടനോ, പാകിസ്ഥാനോ, വില്യമോ ഒക്കെ എന്താണ്? വില്യം എന്നൊക്കെ ഉള്ളത് എന്താണ്? അനറബി പേരല്ലേ? വില്യം എന്നുള്ളത് അറബി പേരാണോ? അല്ല. അപ്പൊ വില്യം എന്നുള്ളതിനൊന്നും എന്ത് ചെയ്യരുത്? തെൻവീൻ ഇടരുത്. അതായത് അനറബി നാമങ്ങൾക്കൊന്നും എന്ത് ചെയ്യരുത്? തെൻവീന് ഇടരുത്. ഇനി അടുത്തത് നമ്മുടെ പ്രവാചകന്മാരിൽ അധിക ആൾക്കാരുടെ പേരും എന്താണ്? അനറബി പേരാണ്. അറബി അല്ല. അത് ഒറിജിനൽ ആയിട്ട് അറബി പേരല്ല, അത് അനറബി നാമങ്ങളാണ്. അഥവാ പ്രവാചകന്മാരിൽ അധിക ആൾക്കാരുടെ നാമങ്ങളും അനറബി നാമങ്ങളാണ്. അപ്പൊ അതിന് തെൻവീൻ ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാല് ആദമോ, ഇബ്രാഹിമോ, ഇസ്ഹാഖോ, ഇസ്മായിലു, യാക്കൂബു, ഇതൊക്കെ എന്താണ്? അനറബി നാമങ്ങളാണ്. പക്ഷെ ഇതിന് എന്തുണ്ടാവില്ല? തെൻവീന് ഉണ്ടാവില്ല. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ചില, അതായത് അധിക പ്രവാചകന്മാരെ പേരുകൾ എന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല പറഞ്ഞു. പക്ഷെ ചില അനറബി നാമങ്ങൾക്ക് എന്തുണ്ടാവും? തെൻവീൻ ഉണ്ട്. അത് ഏതൊക്കെ നാമങ്ങളാണ്? അഥവാ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? 3 ലെറ്റർ അതിലെ നടുവത്തെ ലെറ്ററിന് സുക്കൂൻ ആണെങ്കിൽ എന്തുണ്ടാവും? തെൻവീനും ഉണ്ടാവും. അഥവാ ഇപ്പൊ ലൂത്തുൻ എന്നുള്ളത് എന്താണ്? അനറബി പേര്. ലൂത്ത് നബീന്റെ പേരാണ് ലൂത്തുൻ. അതിന് തെൻവീൻ ഉണ്ട്. അത് അനറബി പേരാണ്. പക്ഷെ അതിന് എന്തുകൊണ്ട് തെൻവീൻ വന്നേ? ലൂത്ത് എന്നുള്ളതിന് എന്താണ്? 3 ലെറ്റർ ആണുള്ളത്.
ലാമ്, പിന്നെ നീട്ടാനുള്ള വാവ് ലൂ, പിന്നെ എന്താണ് ത്വാ. അപ്പൊ അതില് നീട്ടാനുള്ളതിന് ഹർക്കത്ത് ഇല്ലെങ്കിൽ അതെന്താണ് സുക്കൂനായിട്ടുള്ള അക്ഷരാണ് ലൂത്തുൻ. ആ നീട്ടാനുള്ള വാവിന് ശരിക്കും എന്താണ് അവിടെ സുക്കൂനാണ്. അപ്പൊ അവിടെ എന്താണ് അത് അങ്ങനത്തെ നാമങ്ങൾക്ക് എന്ത് കൊടുക്കാം? തെൻവീന് കൊടുക്കാം. ലൂത്തുൻ, നൂഹുൻ. നൂഹു എന്നുള്ള പേരിൽ എന്താണ് 3 ലെറ്റർ ആണ്. അതിൽ നടുവിലുള്ള നീട്ടാനുള്ള വാവാണ്. നീട്ടാനുള്ള വാവിന് ശരിക്കും സുക്കൂനാണ് ഉള്ളത്. അപ്പൊ അതെന്താണ് അത് അനർബി നാമാണെങ്കിലും അതിന് എന്ത് ചെയ്യുന്ന തെൻവീന് കൊടുക്കണം. പിന്നെ ഇതിലുള്ള ഒരു പേരാണ് എന്ത് ജോർജിൻ. ജോർജ് എന്നുള്ളത് ഈ പേരിലുണ്ടോ? ജോർജ് എന്നുള്ളത് എന്താണ്? ജോർജ് എന്നുള്ളത് ഒരു അനർബി നാമം നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ നമ്മൾ അറബിയിൽ എഴുതുമ്പോൾ ജുർജുൻ എഴുതാം. ജുർജുൻ. അപ്പൊ ജുർജുൻ എന്നുള്ളതിൽ എന്താണ് 3 ലെറ്ററേ ഉള്ളൂ. അതിൽ നടുത്ത ലെറ്ററിന് എന്താണ് സുക്കൂനാണ്. അപ്പൊ അതിന് എന്തിടാം? നമുക്ക് തെൻവീന് ഇടാം. അപ്പൊ അനർബി നാമാണെങ്കിലും അനർബി നാമങ്ങൾക്ക് തെൻവീന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇനി അനർബി നാമമാണ്, പക്ഷെ ആ അനർബി നാമത്തിന് 3 ലെറ്റർ ആണ്. ആ 3 ലെറ്ററില് നടുത്ത ലെറ്ററിന് സുക്കൂനാണെങ്കിൽ അതിന് തെൻവീന് ഇടാം. എഡ്വേർഡ് എന്നൊക്കെ എന്താണ് അനർബി നാമാണ്. ദുക്തൂർ എഡ്വേർഡ്, ഡോക്ടർ എഡ്വേർഡ്. അപ്പൊ എഡ്വേർഡ് എന്നുള്ളത് എന്താണ് ഒരു അനർബി നാമാണ്. അതിനോട് എന്ത് ചെയ്തിട്ടില്ല? ഇവിടെ തെൻവീന് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിലെ ഒരു പ്രയോഗമാണ് ഷഫാഹുല്ലാഹു. അള്ളാഹു അവന് വേഗം ശമനം നൽകട്ടെ. അപ്പൊ ഈ ഷഫ എന്നുള്ള പദം എന്താണ്? മാലി ക്രിയയാണ് അല്ലേ? അഥവാ പൂർണ്ണക്രിയ അല്ലേ? പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അങ്ങനെയല്ല നോക്കല്. ഷഫാഹുല്ലാഹു പറഞ്ഞാൽ ഒരു പ്രയോഗമാണ്. ആ പ്രയോഗത്തിന് അത് ഇങ്ങനെയാണ് അർത്ഥം വരാം. അള്ളാഹു അവന് ശിഫ നൽകട്ടെ, ശമനം നൽകട്ടെ. അപ്പൊ അതൊരു പ്രയോഗമാണ്. അപ്പൊ നിങ്ങൾ അത് മാലി ക്രിയ ആയിട്ട് അഥവാ പൂർണ്ണക്രിയ ആയിട്ട് ഇതാക്കരുത്. അവിടെ ഒന്ന് പറഞ്ഞു നോക്കി. 5ാമത്തെ ആക്ടിവിറ്റി ഒന്ന് വായിച്ചു നോക്കി. പേജ് നമ്പർ 85. വില്യമു ഇദ്വർദു എഡ്വേർഡോ. അത് നമ്മൾ അറബിയിൽ പറയുമ്പോ എന്താണ് പറയല്? അല്ല, അറബിയിലും ഇദ്വേർഡോ, ഇംഗ്ലീഷിൽ പറയുമ്പോ എഡ്വേർഡ്. നമ്മൾ വായിക്കും വായിച്ചോളി. ലണ്ടനു ബാരിസു പാകിസ്ഥാനു ഇബ്രാഹിമു ഇസ്മായിലു ഇസ്ഹാഖു യാഖൂബു അയ്യൂബു യൂനുസു ഇദ്രീസു മീകായിലു ഫിർഔനു. അപ്പൊ ഇതൊക്കെ എന്താണ്? അനർബി പദങ്ങളാണ്, അനർബി നാമങ്ങളാണ്. അപ്പൊ ഇതിനൊന്നും എന്തില്ല? തെൻവീന് ഉണ്ടാവില്ല. ഇനി അടുത്ത 15ാമത്തെ ചാപ്റ്റർ. ഇതിലൊരു ഡൗട്ടും ഇല്ലല്ലോ? അൻസ എന്നുള്ളതിന്റെ ബഹുവചനം അൻതും എന്ന് പഠിച്ചു. അപ്പൊ അൻതി എന്നുള്ളതിന്റെ ബഹുവചനം എന്താ? നീ ഒരു പെണ്ണ്. അതിന്റെ ബഹുവചനം എന്താണ്? നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ. അൻതുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ. ബഹുവചനാണ്, സ്ത്രീലിംഗാണ്. അപ്പൊ അത് പൊസസീവ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അൻതി എന്നുള്ളത് കീ എന്നാണ് പറഞ്ഞത്. അപ്പൊ അൻതുന്ന എന്നുള്ളത് എങ്ങനെ ഉപയോഗിക്കാം? അൻതുന്ന എന്നുള്ളത് ഒരു നാമത്തിന് കൂടെ ചേർന്ന് വരുമ്പോ എങ്ങനെ പറയാം? കുന്ന ബൈത്തു കുന്ന നിങ്ങൾ കുറെ പേരുടെ വീട്. ഉമ്മു കുന്ന നിങ്ങൾ കുറെ സ്ത്രീകളുടെ ഉമ്മ. അപ്പൊ അങ്ങനെ ബൈത്തു കുന്ന, ഉമ്മു കുന്ന, കിതാബ് കുന്ന. അതെ. പിന്നെ നമ്മൾ പഠിച്ച ദഹത്ത എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? ദഹത്ത. അതിന്റെ ബഹുവചനം ദഹത്തും. നിങ്ങൾ കുറെ ആണുങ്ങൾ പോയി. നീ ദഹത്തി പറഞ്ഞാല് നീ ഒരു പെണ്ണ് പോയി എന്നാണ്. അപ്പൊ അതിന്റെ ബഹുവചനം എന്താ വരാ?
തുന്ന ദഹത്തുന്ന. ദഹത്തി പറഞ്ഞാല് നീ ഒരു സ്ത്രീ പോയി. ദഹത്തുന്ന പറഞ്ഞാൽ നിങ്ങൾ കുറെ സ്ത്രീകൾ പോയി. അപ്പൊ ദഹത്തിനുള്ളതിന് ബഹുവചനമാണ് ദഹത്തുന്ന. പിന്നെ നമ്മൾ ഇതിൽ പഠിച്ചത് കപില ബാധ. കപില പറഞ്ഞാൽ എന്താണ്? മുമ്പ്. മുമ്പ്, ബിഫോർ. ബാധ പറഞ്ഞാല് ആഫ്റ്റർ, ശേഷം. അപ്പൊ ഇതെന്തായിട്ടാ ഉപയോഗിക്കുക? ബാധി കപിലയും ഏതുപോലെ ഇലാഫത്തായിട്ടാണ് ഉപയോഗിക്കുക. അഥവാ കപിലക്കും ബാധക്കും ശേഷം വരുന്ന വാക്കിന് എന്ത് കൊടുക്കണം? കസറ് കൊടുക്കണം. കാരണം ഇലാഫത്തായതുകൊണ്ട്. ബാധ എന്താണ്? ബാധയും കപിലയും മുലാഫായിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ അതിന് ശേഷം വരുന്ന എന്ത് കൊടുക്കണം? കസറ് കൊടുക്കണം. അപ്പൊ അതായത് നമ്മള് എന്താ പറയാ? ക്ലാസിന്റെ ശേഷം, ക്ലാസിന്റെ മുമ്പ്. അപ്പൊ അവിടെ നിന്റെ അർത്ഥം വന്ന്. അപ്പൊ അതെന്താണ്? മുലാഫിലേക്കാണ്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു ക്രിയ കൂടി പഠിക്കാൻ പോവാണ്. എന്ത്? നമ്മൾ ഇതുവരെ എത്ര ക്രിയകളാ പഠിച്ചത്? ദഹബ, ജലസ, ഖറജ. 3 ക്രിയകൾ പഠിച്ചു. 3 ക്രിയകൾ പഠിച്ചു. ഈ 3 ക്രിയകളും ഏതുപോലെ നമ്മളിപ്പോ പറഞ്ഞ രൂപത്തിലൊക്കെ ഉപയോഗിക്കാൻ പഠിക്കണം. ഏതൊക്കെ രൂപം പഠിച്ചു? ഹറജ, ഹറജു, ഹറജത്ത്, ഹറജത്തുന്ന, ഹറജ്ന, ഹറജ്ന. പിന്നെ ഏത് പഠിച്ചത്? ഹറജ്തി, ഹറജ്ത, ഹറജ്തി. പിന്നെ ഹറജ്ന, ഹറജ്ന. ഇതൊക്കെ എന്ത് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറയാൻ നോക്കട്ടോ. അപ്പൊ റജ എന്നുള്ള പറഞ്ഞാൽ എന്താണ്? അവൻ മടങ്ങി. അപ്പം അവൾ മടങ്ങി എന്നുള്ളതിന് എന്താ പറയാ? റജഅത്ത്, അവൾ മടങ്ങി. അവർ കുറെ ആണുങ്ങൾ മടങ്ങി എങ്ങനെ പറയാം? അവർ കുറെ ആണുങ്ങൾ. അവർ കുറെ മടങ്ങി എങ്ങനെ പറയാം? അവർ കുറെ പെണ്ണുങ്ങൾ മടങ്ങി. അവർ കുറെ പെണ്ണുങ്ങൾ മടങ്ങി. റജഅന. പിന്നെ നീ ഒരു ആണ് പുറപ്പെട്ടു എങ്ങനെ പറയാം? നീ ഒരു ആണ് പുറപ്പെട്ടു. റജഅത. നീ ഒരു പെണ്ണ് പുറപ്പെട്ടു. അല്ല, നീ ഒരു പെണ്ണ് മടങ്ങി. റജഅതി. നിങ്ങൾ കുറെ ആണുങ്ങൾ മടങ്ങി. റജഅത്തും. നിങ്ങൾ കുറെ സ്ത്രീകൾ മടങ്ങി. നോ, റജഅന അല്ല. നിങ്ങൾ കുറെ സ്ത്രീകൾ മടങ്ങി. റജഅത്തുന്ന. നിങ്ങൾ കുറെ സ്ത്രീകൾ മടങ്ങി. ഞങ്ങൾ മടങ്ങി എങ്ങനെ പറയാം? ഞങ്ങൾ മടങ്ങി. റജഅന. ഞാൻ മടങ്ങി. ഞാൻ മടങ്ങി. റജഅത്തു. ഞാൻ മടങ്ങി. റജഅത്തു. അതിലൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ. ഇനി അടുത്തതാണ് പഠിക്കാൻ പോകുന്നത്. എന്ത്? നമ്മള് ഒരു ബഹുവചനായിട്ട് വരുമ്പോ അതിന്റെ കൂടെ ഏത് ഹാദയാണ് ഉപയോഗിക്കുന്നത്? അല്ല, ഹാദിഹിയാണോ ഉപയോഗിക്കുന്നത്? ഹാവുലായി ആണോ ഉപയോഗിക്കേണ്ടത്? അതിനെ സൂചിപ്പിക്കാൻ എന്താ ഉപയോഗിക്കേണ്ടത്? അപ്പൊ എന്ത് പഠിച്ച്? അറബിയിൽ എന്ത് ചെയ്തിക്കണേ? ഇസ്മിനെ 2ആയിട്ട് തിരിച്ചിരിക്കണ്. എന്ത്? ഒന്ന് ബുദ്ധിയുള്ളത്, ഒന്ന് ബുദ്ധി ഇല്ലാത്തത്. ഇംഗ്ലീഷിൽ അല്ല, അറബിയിൽ പറയുമ്പോ ആക്കില്, ഒയർ ആക്കിൽ. ഒന്ന് ആക്കില് പറഞ്ഞ ബുദ്ധിയുള്ളത്, മറ്റേത് ബുദ്ധി ഇല്ലാത്തത്. അപ്പൊ ആക്കിലിനെ സൂചിപ്പിക്കുന്നത് ആരാണ്? മനുഷ്യന്മാരെ സൂചിപ്പിക്കാൻ എന്ത് ഉപയോഗിക്കുന്നത്? ആക്കിലിന് ഉപയോഗിക്കുന്നത്. അഥവാ മനുഷ്യന്മാരെ പറ്റിയിട്ട് പറയുമ്പോ എന്താണ്? ഹാവുലായിന്ന് ഉപയോഗിക്കണം. അഥവാ ഒരു ഒരു ബഹുവചനത്തിന്റെ കൂടെ ഒരു മനുഷ്യന്മാരെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ ഹാവുലായി എന്നാണ് ഉപയോഗിക്കുന്നത്. ഒരു ആക്കിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ജീവനില്ലാത്ത സാധനം, ജീവനില്ലാത്ത മാത്രമല്ല ബുദ്ധി ഇല്ലാത്ത സാധനങ്ങൾ പറയുമ്പോൾ അതിൽ മൃഗങ്ങൾ പെടും, പിന്നെ ജീവനില്ലാത്ത പെടും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എന്താ ഉപയോഗിക്കേണ്ടത്? ഇതൊരു ബഹുവചനമായിട്ട് വരുമ്പോൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഹാവുലായി ആണോ ഉപയോഗിക്കേണ്ടത്? എന്താ ഉപയോഗിക്കേണ്ടത്? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഹാദാ തോലിബുൻ. ഇതൊരു വിദ്യാർത്ഥി ആകുന്നു. അത് സിംഗുലർ ആണ്. അതെ, അത് ബഹുവചനാക്കിട്ടൊന്ന് പറഞ്ഞേ.
അതിന് ബഹുവചനം ഹാവുലായി 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 തുലാബുൻ. തുലാബ്. ഹാവുല. നിങ്ങൾ എന്തുകൊണ്ട് അവിടെ ഹാവുലായി ഉപയോഗിച്ചത്? നിങ്ങൾ പറഞ്ഞ തുല്ലാബിന്റെ ഹാവുലായി തുല്ലാബ് എന്നാണ്. ഹാദാ ബുദ്ധിയുള്ളതായത് തുല്ലാബിന് തുല്ലാബ്. എന്താണ്? ജീവനുള്ളതാണ്, അഥവാ ഹ്യൂമൻ ബീങ്സ് ആണ്, ജീവനുള്ളത്, ബുദ്ധിയുള്ളതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഹാദാ കിതാബുൻ, അപ്പൊ അതൊന്ന് ബഹുവചനാക്കി പറഞ്ഞേര്. ഹാസിഹി കുത്തുബ്. അവിടെ എന്തുകൊണ്ട് ഹാദിഹിന്ന് ഉപയോഗിച്ചത്? കിതാബിന് കിതാബ് ഔറാഖിലാണ്. കിതാബ് ബുദ്ധിയില്ലാത്തത്. ജീവൻ കിതാബിന് എന്താണ്? ബുദ്ധിയില്ലാത്ത സാധനമാണ്. ബുദ്ധിയില്ലാത്തത്. അപ്പൊ എന്താണ്? അത് ബഹുവചനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ ഹാദിഹി എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇത്ര കാര്യം മനസ്സിലാക്കാനുള്ളൂ. ബുദ്ധിയുള്ള സാധനത്തിന്റെ ബുദ്ധിയുള്ളതിന്റെ കൂടെ പറയുമ്പോൾ എന്താണ്? അത് ബഹുവചനായിട്ട് ഇതാക്കുമ്പോൾ അതിന്റെ കൂടെ ഹാവുലായി ആണ് ഉപയോഗിക്കേണ്ടത്. അഥവാ ഹാദാ ഹാദിഹിന്റെ ബഹുവചനം ഹാവുലായി എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഒരു ബുദ്ധി ഇല്ലാത്ത ബഹുവചനാണെങ്കിലോ, അതായത് ബുദ്ധി ഇല്ലാത്ത ബഹുവചനങ്ങളാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ എന്ത് ഉപയോഗിക്കണം? ഹാദിഹി എന്നാണ് ഉപയോഗിക്കുക. അതിന് ആ സാധന ബഹുവചനം മുദക്കർ ആയിക്കോട്ടെ മുഅന്നസ് ആയിക്കോട്ടെ, അതെന്താണ്? ഹാദിഹി വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സൂചിപ്പിക്കേണ്ടത്. ഇപ്പൊ അക്ലാം എന്നുള്ളത് എന്താണ്? കലമുൻ അക്ലാമുൻ. അത് ബുദ്ധിയില്ലാത്ത അല്ല, മുദക്കറാണോ ബുദ്ധിയില്ലാത്തത്. മുഅന്നസ് ആണോ? മുദക്കർ. മുദക്കർ. അപ്പൊ അത് മുദക്കർ ആയിക്കോട്ടെ മുഅന്നസ് ആയിക്കോട്ടെ, ബഹുവചന ആക്കുമ്പോ അത് ബുദ്ധി ഇല്ലാത്തതാണെങ്കിൽ എന്താ ഉപയോഗിക്കുന്നത്? അതിന്റെ കൂടെ ഹാദിഹി ആണ് ഉപയോഗിക്കേണ്ടത്. ബുദ്ധി ഉള്ളതിന്റെ കൂടെ ഹൗലായി അല്ലെങ്കിൽ ഉലായിക്ക എന്ന് ഉപയോഗിക്കാം. ബുദ്ധി ഇല്ലാത്തതിന്റെ ആൾ കൂടെ ആണെങ്കിൽ ഹാദിഹി. ഇനി ഹുവ എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണെങ്കിൽ ഹിയ ഹിയ. ഓക്കെ, ഹുവ. അപ്പൊ ഹുവ സഈറുൻ, ഹുവ സഈറുൻ, അവൻ ചെറുതാകുന്നു. അപ്പൊ ഇത് ബഹുവചനാക്കിക്കോളി. സഈറുൻ ജമ എന്താണ്? സിയാറ്. സിആർ. അപ്പൊ അത് ബഹുവചനാക്കിക്കോളി. ഹാവുലായി ഹാവുലായി ഞാൻ സെന്റൻസ് പറഞ്ഞത് ഹുവ സഈറുൻ എന്നാണ് പറഞ്ഞത്. ഹുവ സഈറുൻ. ഹും സിആർ. ഹാദ ഹാദിഹി പരികളാണ് ഹാവുലായി ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞത് ഹുവ എന്നാണ്. അപ്പൊ ഹും. ഇനി അടുത്തത് എന്താണ്? ഹാദ കിതാബുൻ, ഇതൊരു ബുക്കാണ്. ആ ബുക്കിനെ പറ്റിയിട്ടാണ് ഇനി പറഞ്ഞത് ഹുവ സഈറുൻ, അത് ചെറുതാണ്. ഏതാ ബുക്കിനെ പറ്റിയിട്ടാ പറഞ്ഞത്? അപ്പൊ അതിന് ബഹുവചനാക്കിക്കോളി. അപ്പൊ ഹാദിഹി കുത്തുബൻ. ഇനി അടുത്ത ഹുവ സഈറുൻ, ആ ബുക്കിനെ പറ്റിയിട്ടാ പറയുന്നത്. അപ്പൊ ഹുവ സഈറുൻ എന്നുള്ളത് എന്താവും? ഹിയ സിആർ. അപ്പൊ ഇവിടെ ഹുവ സഈറുൻ എന്ന് പറഞ്ഞത് ബുക്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഹാദാ കിതാബുൻ, ഇത് ബുക്കാണ്. ഹുവ സഈറുൻ, അത് ചെറുതാണ്. ആ ചെറുതാണ് പറഞ്ഞത് എന്തിനാ? ബുക്കിനാ സൂചിപ്പിച്ചത്. അപ്പൊ അവിടെ ഹുവ എന്നുള്ളത് നമ്മൾ എന്താക്കണം? അത് ബഹുവചനാക്കുമ്പോ എന്താക്കണം? ഹിയാന്ന് ആക്കണം. കാരണം എന്താണ്? ഇവിടെ ഹുവ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ബുക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ബുക്ക് എന്താണ്? ജീവനില്ലാത്ത സാധനമാണ്. അല്ല, സോറി, ബുദ്ധി ഇല്ലാത്ത സാധനമാണ്. ജീവനുള്ളത് മനസ്സിലാക്കിയത്. ജീവനുള്ളത് പറയുമ്പോ എന്താണ്? മൃഗങ്ങൾക്കൊക്കെ എന്തുണ്ട്? ജീവനുണ്ട്. അപ്പൊ ജീവൻ എന്നല്ല മനസ്സിലാക്കുന്നത്, ബുദ്ധിയുള്ളത്. മൃഗങ്ങൾക്ക് ബുദ്ധി ഇല്ലല്ലോ. അപ്പോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹുവ ഇവിടെ ഉദ്ദേശിച്ചത് കിതാബിനാണ്. അപ്പൊ കിതാബ് എന്നുള്ള അവിടെ ഹുവ എന്നുള്ളത് ബഹുവചനം ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹിയ കിതാബ്, ഹിയ സിആർ എന്നാണ് പറയുന്നത്. ഹിയ സിആർ. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു ബഹുവചനത്തിന്റെ പാറ്റേണും കൂടി പഠിക്കുന്നുണ്ട്. മസ്ജിദുൻ ജമ്മ്. അതിന്റെ മസ്ജിദുൻ ജമ്മ് എന്താണ്? മസ്ജിദുൻ ജമ്മ്. മസാജിദുൻ അല്ല, മസാജിദു. അത് ഏത് പാറ്റേണിലാണ് വരുന്നത്? മഫാഇലു. മഫാഇലു പാറ്റേണിലാണ് വരുന്നത്. അപ്പൊ മഫാഇലു പാറ്റേണിൽ വരുന്ന ബഹുവചനങ്ങൾക്കൊന്നും എന്തുണ്ടാവില്ല? തെൻവീന് ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ എത്ര പാറ്റേൺ പഠിച്ചു? തെൻവീൻ ഉണ്ടാവാത്ത പാറ്റേൺ, ബഹുവചനങ്ങൾക്ക് തെൻവീൻ ഉണ്ടാവാത്ത 3 പാറ്റേൺ പഠിച്ചു. അത് ഏതൊക്കെയാണ്? ഒന്ന് ഫുഅലാഉ, രണ്ട് അഫ്ഇലാഉ, പിന്നെ ഇപ്പൊ മഫാഇലു. ഈ 3 പാറ്റേൺ എന്തുണ്ടാവില്ല? ബഹുവചനങ്ങൾക്ക്, ഈ 3 പാറ്റേണിന്റെ ബഹുവചനങ്ങൾക്ക് എന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ ദഫ്തറുൻ ജമ്മ്, ദഫാത്തിറു, തെൻവീൻ ഉണ്ടാവില്ല. ഫുന്ദുക്കുൻ ജമ്മ്, ഫനാദിക്കു. ഫുന്ദുക്ക് പറഞ്ഞാൽ എന്താണ്? ഹോട്ടല്. ഫനാദിക്കു അതെന്താണ്? മഫായില് പാറ്റേണിൽ വരുന്നതാണ് ഫനാദിക്കു എന്നുള്ളത്.
മക്തബുൻ ജം എന്താണ്? മക്തബുൻ ജം മക്കാത്തിബു. അപ്പൊ എന്താണ്? മക്കാത്തിബു ജം ഉണ്ടാവൂല. അപ്പൊ നമ്മള് 16ാമത്തെ ചാപ്റ്റർ വരെ എടുത്തു. അപ്പൊ 16ാമത്തെ ചാപ്റ്റർ വരെ ഇതിന്റെ റിവിഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കേണ്ട ഇപ്പൊ ക്ലിയർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. അടുത്ത ക്ലാസ് മുതൽ 17ാമത്തെ ചാപ്റ്റർ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതാട്ടോ. ഹാദാ ത്വാലിബുൻ ജദീദുൻ, ഇത് പുതിയ വിദ്യാർത്ഥിയാകുന്നു. അപ്പൊ എന്താ? ഹുവ അമീൻ അമേരിക്ക, അവൻ അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ അത് ബഹുവചനാക്കുമ്പോ ഹൗലായ തുല്ലാബുൻ ജുദുദുൻ, ഇവർ പുതിയ വിദ്യാർത്ഥികളാകുന്നു. ഹും മിൻ അമേരിക്ക, അവർ അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ഇവിടെ ഹുവ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ത്വാലിബിനാണ്. അപ്പൊ അവിടെ ഹുന്നായി. അടുത്തത് ഹാദാ കിതാബുൻ ജദീദുൻ, ഇത് പുതിയ പുസ്തകമാകുന്നു. ഹുവ മിൻ അമേരിക്ക, അത് അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ഈ ഹുവ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് എന്തിനാണ്? കിതാബിനെയാണ്. അടുത്തത് ഹാദിഹി കുത്തുബുൻ ജദീദത്തുൻ, ഹാദിഹി കുത്തുബുൻ ജദീദത്തുൻ, ഈ പുസ്തകം എന്താണ്? പുതിയതാണ്. അത് എവിടെ നിന്നാണ്? ഹിയ. അപ്പൊ കിതാബിനാണ് അവിടെ ഹുവ എന്ന് ഉദ്ദേശിച്ചത് നേരത്തെ. അപ്പൊ അതെന്താണ്? ഹിയ മിൻ അമേരിക്ക. അവിടെ ഹിയ കിതാബിനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഹിയ ആണ്. ഓക്കെ അല്ലേ? എന്നാ നിർത്തല്ലേ? നമുക്ക് അടുത്ത ക്ലാസ് മുതൽ 17ാമത്തെ ചാപ്റ്റർ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. السلام ورحمة الله.